أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم ബലില്ലാഹു യമുന്നു അലൈക്കും മൻ ഹദാകും ലിൽ ഈമാനി ഇൻ കുൻതും സ്വാദിഖീൻ. സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനും സർവലോക നിയന്താവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയും പഠിച്ച് മനസ്സിലാക്കി ജീവിക്കുകയും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് മനസ്സിലാക്കി പറഞ്ഞ് മരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയ ധാരാളം അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. സമ്പത്ത്, ആരോഗ്യം, സൗന്ദര്യം, മക്കൾ, സ്വാധീനം, അധികാരം, ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഇഷ്ടപ്പെടുകയും അതിലെന്തെങ്കിലുമൊക്കെ ഒരു നേരിയ കുറവ് വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ വല്ലാതെ പ്രയാസപ്പെടുകയും ആ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. വിശ്വാസിനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഏറെ ഇഷ്ടപ്പെടേണ്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറെ മികച്ചു നിൽക്കുന്നതാണ് ഹിദായത്ത് എന്ന അനുഗ്രഹം. മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി ജീവിക്കാൻ കഴിയുക എന്നത് ഇത് അല്ലാഹു നമുക്ക് നൽകിയ അവൻ്റെ ഔദാര്യമാണ്, കാരുണ്യമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നതും ഈ സമയത്ത് നമ്മളൊക്കെ ഈ പരിശുദ്ധമായ പള്ളിയിൽ ഇരിക്കുന്നതും അതേപോലെ തന്നെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതും മതപരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും പരമാവധി അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അത് അള്ളാഹു നമുക്ക് നൽകിയ സൗഭാഗ്യമാണ്, മഹത്തായ അനുഗ്രഹമാണ്. നേരത്തെ നാം സൂചിപ്പിച്ച മറ്റ് അനുഗ്രഹങ്ങൾ അതെല്ലാവർക്കും ലഭിച്ചു കൊള്ളണമെന്നില്ല. എല്ലാവർക്കും ഒരുപോലെയല്ല അള്ളാഹു അത് നൽകുന്നതും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ചു. ഇന്നല്ലാഹ ഖസ്സമ ബൈനകും അഖ്ലാഖകും കമാ ഖസ്സമ ബൈനകും അർസാഖകും. നിങ്ങളുടെ രൂപം, സൃഷ്ടിപ്പ് വ്യത്യസ്തമാക്കിയതുപോലെ നിങ്ങളുടെ ഉപജീവനവും വ്യത്യസ്തമാണ്. നമ്മളെല്ലാവരും ഒരേ രൂപത്തിലുള്ളവരല്ല, ഒരേ ശൈലിയിലുള്ളവരല്ല. നമ്മളെല്ലാവരും കഴിക്കുന്ന ഭക്ഷണം ഒരേ രൂപത്തിലല്ല. ഭൗതികമായി നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, സമ്പത്ത്, സ്വാധീനം, മക്കൾ, ഇതൊക്കെ ഒരേ ബുദ്ധിയും ഒരേ വിവേകവും ഒരേ രൂപവുമുള്ളവരല്ല. പലതരത്തിലുള്ള ടേസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. അത് അല്ലാഹു അങ്ങനെയാണ് വിതരണം ചെയ്തിട്ടുള്ളത്. വ ഇന്നല്ലാഹ യുഅ്തിൽ മാല മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. ഭൗതികമായ അനുഗ്രഹങ്ങൾ, സമ്പത്ത്, ദുനിയാവിൻ്റെ ഐശ്വര്യങ്ങൾ, സൗഭാഗ്യങ്ങൾ അത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഇഷ്ടപ്പെടാത്ത ആളുകൾക്കും നൽകും. നമുക്ക് അധികം കിട്ടി എന്നതുകൊണ്ട് അല്ലാഹുവിന് നമ്മളെ ഭയങ്കര ഇഷ്ടമാണെന്നില്ല. നമ്മളെക്കാൾ ഭൗതികമായ അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോയവൻ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തവനായിക്കൊള്ളണം എന്നുമില്ല. അത് അല്ലാഹു അങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്. വലാ യുഅ്തിൽ ഈമാന ഇല്ലാ മൻ അഹബ്ബ. എന്നാൽ ഈമാൻ, വിശ്വാസം, ഹിദായത്ത് എന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം അത് നൽകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ്. ഇന്നല്ലാഹ ഇദാ അറാദ അബ്ദൻ ഖൈറ
ഒരു മനുഷ്യനെ അള്ളാഹു തെരഞ്ഞെടുത്ത് അവന് ഖൈർ നൽകാൻ ഉദ്ദേശിച്ചു എങ്കിൽ അള്ളാഹു അവന് ഈമാൻ നൽകുമെന്നതാ. അങ്ങനെ പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകളാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഈമാൻ ലഭിച്ചു, തൗഹീദ് ലഭിച്ചു, മുസ്ലിമായി ജനിക്കാൻ, മുസ്ലിമായി ജീവിക്കാൻ നമ്മൾക്ക് കഴിയുന്നു. അത് അള്ളാഹു നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ ഔദാര്യവും സ്നേഹവുമാണ്. ആ സ്നേഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും മഹത്വവും വിലയും മനസ്സിലാകണമെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലൂടെ നമ്മളൊന്ന് കണ്ണോടിക്കേണ്ടതുണ്ട്. ഭൗതികമായി ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ച ആളുകൾ, വ്യക്തികളുണ്ടായിരുന്നു, സമൂഹങ്ങളുണ്ടായിരുന്നു, ഇന്നും അന്നും എന്നുമുണ്ട്. പക്ഷേ അവരെയൊന്നും അള്ളാഹു ഈ ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് തെരഞ്ഞെടുത്തില്ല. സമ്പത്തും ആരോഗ്യവും അധികാരവും സ്വാധീനവും ഒക്കെയുള്ള ഫിർഔൻ അന റബ്ബുകുമുൽ അഅ്ലാ, അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, ഞാനാണ് ഏറ്റവും ഉന്നതനായ റബ്ബെന്ന്. ആ ഫിർഔനിൻ്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ, അവരെ അള്ളാഹു ഹിദായത്തിൻ്റെ വഴിയിലേക്ക് ചേർത്തു. പക്ഷേ എല്ലാ ഭൗതികമായ സൗകര്യങ്ങളുമുള്ള ആസിയ റളിയല്ലാഹു അൻഹയേക്കാൾ ഭൗതികമായി സ്വാധീനവും അധികാരവും ഒക്കെയുള്ള ഫിർഔന് ആ ഹിദായത്ത് കിട്ടാതെ പോയി. ഇസ്ലാമിക ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആസിയ റളിയല്ലാഹു അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു. ലോകത്തിലുള്ള ആണും പെണ്ണുമായ മുഴുവൻ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാത്തമായ മാതൃകയായി ആസിയ റളിയല്ലാഹു അൻഹയെ വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെ പരിചയപ്പെടുത്തി. സൂറത്തു തഹ്രീമിൻ്റെ 10ഉം 11ഉം ആയത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന മറ്റ് 2 ഉദാഹരണങ്ങളുണ്ട്. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. മാനവരിൽ മഹോന്നതന്മാരായ 2 പ്രവാചകന്മാർ, ഉലുൽ അസ്മിൽപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, തൗഹീദിനു വേണ്ടി അള്ളാഹുവിനു വേണ്ടി ത്യാഗം സഹിച്ച ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം, ആ 2 പ്രവാചകന്മാരുടെയും ഭാര്യമാർ, അവരെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ലോകത്തിലുള്ള മുഴുവൻ അവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും അവർ ഉദാഹരണമാണെന്നാണ്. ലോകാവസാനം വരെ ഈ ആയത്ത് വിശുദ്ധ ഖുർആനിൽ നിലനിൽക്കുന്നു. നമ്മളൊക്കെ അത് പാരായണം ചെയ്തു പോകുന്നു. നമ്മുടെ സമൂഹത്തിൽ, പൊതുവെ മുസ്ലിം സമൂഹത്തിൽ ഒരു ധാരണയുണ്ട്, ഈമാനികമായി അത്രയൊന്നുമില്ലെങ്കിലും, ആദർശവിശുദ്ധി ഇല്ലെങ്കിലും, ദീനീ ചിട്ടകൾ നടപ്പിലില്ലെങ്കിലും, ഏതെങ്കിലുമൊക്കെ മഹാന്മാരുടെ മക്ബറകൾ സന്ദർശിച്ചുകൊണ്ടോ ഏതെങ്കിലുമൊക്കെ മഹത്തുക്കളുടെ കൈ പിടിച്ചുകൊണ്ടോ ആരുടെയെങ്കിലുമൊക്കെ മുരീദന്മാരായിട്ടോ ജീവിച്ചു പോയാൽ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന്, അവിടെ രക്ഷപ്പെടുമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ ആ ധാരണയെ തിരുത്തുകയാണ്. ഇവിടെ ഏതെങ്കിലും മഹാന്മാരുടെ മക്ബറകൾ സന്ദർശിച്ചവരോ ഏതെങ്കിലും മഹാന്മാരുടെ പൊരുത്തവും കുരുത്തവും നേടാൻ യാത്ര ചെയ്തവരോ അല്ല. നേരെ മറിച്ച് ലോകത്തിലെ മഹോന്നതന്മാരിൽപ്പെട്ട 2 പ്രവാചകന്മാരുടെ ശരീരവും ശയ്യയും മനസ്സും പങ്കിട്ട 2 സ്ത്രീകളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ ഫഖാനതാഹുമാ ഫലം യുഗ്നി അൻഹുമാ മിനല്ലാഹി ശൈആ. അവർ 2 തൻ്റെ അടിയാന്മാരായ 2 പ്രവാചകന്മാരുടെ കീഴിലുള്ള ആളുകളായിരുന്നു 2 സ്ത്രീകൾ. അവർക്ക് വേണ്ടി ഒന്നും അള്ളാഹുവിൽ നിന്ന് നേടിക്കൊടുക്കുവാൻ ആ പ്രവാചകന്മാർക്ക് കഴിഞ്ഞില്ല. ആ 2 സ്ത്രീകളോടും പറഞ്ഞു, നരകത്തിലേക്ക് പോകുന്നവരോടൊപ്പം നിങ്ങളും പോയിക്കൊള്ളുക. ആരോട്? 2 പ്രവാചകന്മാരുടെ ശരീരവും ശയ്യയും മനസ്സും പങ്കിട്ട് അവരോടൊപ്പം ജീവിച്ച ആ 2 സ്ത്രീകൾ വിശ്വാസത്തിൽ അവരെ പിന്തുടരുന്നില്ല എന്നതുകൊണ്ട്, സൽക്കർമ്മങ്ങളിൽ അവരെ പിന്തുടരുന്നില്ല എന്നതുകൊണ്ട് അവരോട് പറഞ്ഞു, നരകത്തിലേക്ക് പോയവരോടൊപ്പം നിങ്ങളും പോയിക്കൊള്ളുക. നേരത്തെ നമ്മൾ ആസിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് സൂചിപ്പിച്ചു. ഫിർഔനിൻ്റെ കൊട്ടാരങ്ങൾ ഒഴിവാക്കി ഭൗതികമായ സുഖ സൗകര്യങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് ആസിയ റളിയല്ലാഹു അൻഹ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ചു, അള്ളാഹുവിൻ്റെ ഷഹാദത്ത് അംഗീകരിച്ചു, കലിമത്ത് തൗഹീദിൽ ഉറച്ചു നിന്നു. അവരുടെ പ്രാർത്ഥന ഖുർആൻ വിശദീകരിക്കുന്നത് എന്താ? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അള്ളാഹുവേ സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണം. ഫിർഔനിൻ്റെ കൊട്ടാരം ഒന്നുമല്ല, ഞാനത് ഒഴിവാക്കി, എനിക്ക് സ്വർഗത്തിലൊരു വീട് വേണമെന്ന. ലോകത്തിലുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും മാതൃകയായി ആസിയ റളിയല്ലാഹു അൻഹയെ വിശുദ്ധ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. നമ്മൾക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച വേളയിൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അവിടുത്തേക്ക് താങ്ങും തണലുമായി നിന്നത് സ്വന്തം പിതൃവ്യനായ അബൂ ത്വാലിബായിരുന്നു. ശിഹാബ് അബീ ത്വാലിബിൽ 3 വർഷക്കാലം പച്ചിലയും പച്ചവെള്ളവും ഭക്ഷണമാക്കി അങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഘട്ടത്തിൽ പോലും
തൻ്റെ സഹോദര പുത്രന് താങ്ങും തണലുമായി ഒപ്പം നിന്ന അബൂ ത്വാലിബിന്റെ മരണം ചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അബൂ ത്വാലിബ് മരണവുമായി മല്ലിടുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആഗ്രഹമുണ്ടായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് ചൊല്ലിക്കിട്ടിയെങ്കിൽ, പര്യവസാനം നന്നായിരുന്നെങ്കിൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ അമ്മ മൂത്താപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു, അഷ്ഹദു ലക ബിഹാ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരുമ്പോൾ എനിക്കൊന്ന് ശുപാർശ ചെയ്തു നോക്കാമല്ലോ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതൃന്മാരുടെ മരണത്തിൽ തന്നെയായിട്ട് മരണപ്പെട്ടു പോവുകയാണ് എന്ന് സ്വീകരിക്കാൻ തയ്യാറായില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആ പടി വിട്ടിറങ്ങുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഉദ്ദേശിക്കുന്ന ആളുകളെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെയാണ് അള്ളാഹു ഹിദായത്തിലാക്കുന്നത് എന്ന്. സഹോദരന്മാരെ, അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, ഫിർഔനിന് ലഭിക്കാത്ത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ സ്നേഹിച്ച അബൂ ത്വാലിബിന് ലഭിക്കാത്ത, നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർക്കും മക്കൾക്കും ലഭിക്കാത്ത ഹിദായത്ത് എന്ന മഹത്തായ അനുഗ്രഹം അള്ളാഹു നമുക്ക് സൗഭാഗ്യമായി ഔദാര്യമായി നമുക്ക് നൽകിയിരിക്കുന്നു. ആ മുസ്ലിമായി എന്നത് നമ്മൾ ഇസ്ലാമിനോട് കാണിക്കുന്ന, അള്ളാഹുവിനോട് കാണിക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കുന്ന ദാക്ഷിണ്യമല്ല. നമ്മൾ പല ആളുകളും അങ്ങനെയാണ്, ഞാൻ ഇസ്ലാം ഒന്ന് പുറത്തു പോയാൽ ഇസ്ലാമിന് എന്തെങ്കിലും സംഭവിക്കും എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഞങ്ങളൊന്നുമില്ലെങ്കിൽ ഇതൊന്നും മുന്നോട്ട് പോവുകയില്ല എന്ന ധാരണ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മളോട് കാണിച്ച ദാക്ഷിണ്യമാണ്, ഔദാര്യമാണ് മുസ്ലിമായി എന്നത്. അല്ലേ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ചില അറാബികൾക്കൊരു ധാരണയുണ്ടായിരുന്നു, ഞങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ മുഹമ്മദ് നഷ്ടപ്പെട്ടു പോകും. ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടിയാണ് മുഹമ്മദിനൊരൽപ്പം കരുത്തും ബലവും ഒക്കെ ഉണ്ടായത്. അതൊരു വലിയ ദാക്ഷിണ്യമായി ഗർവായി അവർ പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യമുന്നൂന അലൈക അന്നസ്ലമു, അവർ ഇസ്ലാം സ്വീകരിച്ചത്, അവർ മുസ്ലിമായി എന്നത് നിന്റെ മേൽ അവർ ചെയ്യുന്ന ദാക്ഷിണ്യമായി അവർ എടുത്തു കാണിക്കുന്നു. ഖുൽ, പ്രവാചകരെ പറയുക, ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ ഇസ്ലാമിനെ എൻ്റെ മേൽ ദാക്ഷിണ്യമായി എടുത്തു കാണിക്കരുത്. ബലില്ലാഹു യമുന്നു അലൈക്കും മൻ ഹദാകും ലിൽ ഈമാനി, അല്ലാഹു നിങ്ങൾക്ക് ഈമാൻ നൽകിയത്, ഈമാനിലേക്ക് വഴി കാണിച്ചത് അല്ലാഹു നിങ്ങളോട് നൽകിയ ദാക്ഷിണ്യമാണ്, കാരുണ്യമാണ്. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യം മനസ്സിലാക്കുന്നുവെങ്കിൽ, സത്യവാന്മാരാണെങ്കിൽ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന്. ഇത് അവർക്ക് വേണ്ടി മാത്രമല്ല, ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ വിശ്വാസിനികളും ആലോചിക്കേണ്ട വിശുദ്ധ ഖുർആനിലെ ആയത്താണിത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും കൃത്യമായി പരാമർശിച്ച ഈ കാര്യം, ഹിദായത്ത് എന്ന മഹത്തായ അനുഗ്രഹം അത് അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ലെങ്കിൽ, നമ്മൾ ആ വഴി ചേർത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും തന്നെ നമുക്ക് ആ വഴി ചേരാൻ സാധ്യമായിരുന്നില്ല. നമ്മളെക്കാൾ എത്രയോ ബുദ്ധിയുള്ള ആളുകൾ, വിവരമുള്ള ആളുകൾ, ഗവേഷകർ, ചിന്തകന്മാർ ഈ സത്യം കൃത്യമായി മനസ്സിലാക്കിയിട്ടും അതുമായി പ്രസംഗിച്ച് നടന്നിട്ട് പോലും ഈ മാർഗത്തിലേക്ക് വരാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. ആലോചിച്ച് നോക്കൂ, അല്ലേ? വിശുദ്ധ ഖുർആനിലെ ഈ പരാമർശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഖുതുബകളിലും ഉപദേശങ്ങളിലുമൊക്കെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഹംദും സ്വലാത്തും ചൊല്ലിയതിനു ശേഷം നമ്മളും ഇവിടെ കേട്ടു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്ത്, മയ്യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹ്, അള്ളാഹു ഒരാളെ ഹിദായത്തിലാക്കിയാൽ അയാളെ ദലാലത്തിലാക്കാൻ ആർക്കും കഴിയില്ല. അതേപോലെ തന്നെ ഒമയ്യുദിലിൽ ഫലാ ഹാദിയ ലഹ്, അള്ളാഹു ആരെയെങ്കിലും ദലാലത്തിലാക്കിയാൽ, വഴികേടിലാക്കിയാൽ ഹിദായത്തിലാക്കാനും ആർക്കും കഴിയില്ല. നമുക്ക് ശ്രമിക്കാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കാം, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ എന്ന് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുക. ഹിദായത്തിന്റെ മാർഗം നമുക്ക് തുറന്നിടാം, വിശുദ്ധ ഖുർആനിലേക്ക് ആളുകളെ ക്ഷണിക്കാം, പള്ളിയും മതസ്ഥാപനങ്ങളും ഉണ്ടാക്കാം, നമുക്കതിൽ പങ്കാളികളാകാം, പ്രചാരകന്മാരാകാം, പ്രബോധകന്മാരാകാം. പക്ഷേ ഈ ഹിദായത്ത് എന്നത് അള്ളാഹു കനിഞ്ഞരുകി ഔദാര്യമായി നൽകേണ്ടതാണ് എന്നതാ. അൽഹംദുലില്ലാ നമുക്കത് കിട്ടി, എനിക്കും നിങ്ങൾക്കും കിട്ടി. നമ്മുടെ കുടുംബവും നമ്മളുമൊക്കെ മുസ്ലിമായി ജനിക്കാനും മുസ്ലിമായി ജീവിക്കാനും നമ്മൾക്ക് സാധിക്കുന്നു. സഹോദരന്മാരെ, ഇനി നമുക്കൊരു ബാധ്യതയുണ്ട്. എന്താണ് ആ ബാധ്യത? അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടതുണ്ട്. ഭൗതികമായി നമ്മൾക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹത്തിനൊക്കെ നമ്മൾ നന്ദി കാണിക്കണം. നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ ഭക്ഷണം,
നമ്മുടെ ശരീരത്തിൽ വളരെ അനിവാര്യമായ വെള്ളം. അപ്പം ഇത് രണ്ടും നമ്മൾ സാധാരണ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചതിന് ശേഷം, വെള്ളം കുടിച്ചതിന് ശേഷം പ്രാർത്ഥിക്കാവുന്ന പല രൂപത്തിലുള്ള പ്രാർത്ഥനകൾ ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അവിടെ നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ ഇല്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാ, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഭക്ഷണം കഴിച്ചതിന് ശേഷം, വെള്ളം കുടിച്ചതിന് ശേഷം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് അൽഹംദുലില്ലാ ഇല്ലദീ അത്അമനി, എന്നെ ഭക്ഷിപ്പിച്ച, വസഖാനി, എന്നെ കുടിപ്പിച്ച അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. പക്ഷേ ഭക്ഷണമെന്ന അനുഗ്രഹത്തേക്കാൾ കൂടുതൽ, വെള്ളമെന്ന അനുഗ്രഹത്തേക്കാൾ കൂടുതൽ ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് വജഅലനി മിനൽ മുസ്ലിമീൻ, എന്നെ മുസ്ലിങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലാഹുവിനാകുന്നു സർവസ്തുതിയുന്ന. അപ്പോൾ ബാക്കി അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ നമ്മൾ മുസ്ലിം ആകേണ്ടതുണ്ട്. ഇനി നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, കുടുംബം തകർന്നുപോയി, കച്ചവടം പാപ്പരായി, എന്നാലും ഈമാൻ നമ്മൾക്കുണ്ടെങ്കിൽ, ആദർശം നമുക്കുണ്ടെങ്കിൽ, തൗഹീദ് നമുക്കുണ്ടെങ്കിൽ, ഇസ്ലാമിക ഇസ്സത്തോടുകൂടി ജീവിച്ചു മരിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ എന്നതാണ്, അല്ലേ? അപ്പോൾ ഹിദായത്ത് എന്ന ആ മഹത്തായ അനുഗ്രഹം നമ്മൾക്ക് ലഭിച്ചു എങ്കിൽ മുസ്ലിമായി ജീവിച്ച് ഇനി മുസ്ലിമായി മരിക്കാനുള്ള സൗഭാഗ്യത്തിന് നാം നിരന്തരമായി ശ്രമിക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മരണം ഏത് സമയത്തും വരാം, എവിടെയും എങ്ങനെയും വരാം, എപ്പോഴും വരാം. അവിടെയൊക്കെ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, വിശുദ്ധ ഖുർആൻ പറഞ്ഞു വത്തഖൂ യൗമൻ, ഒരു ദിവസം നിങ്ങൾ അടയാളപ്പെടുത്തി വെച്ചുകൊള്ളുക, നിങ്ങൾ ഡയറിയിൽ എഴുതി വെക്കുക, നമ്മൾ മൊബൈലിൽ നോട്ട് ചെയ്ത് വെക്കുക, കലണ്ടറിൽ രേഖപ്പെടുത്തുക. പല ഡേറ്റും നമ്മൾ ഓർത്തു വെക്കാറുണ്ട്. ഇന്നവൻ്റെ നിശ്ചയം, ഇന്നയാളുടെ കല്യാണം, അല്ലെങ്കിൽ ഗ്യാസ് നിറച്ചത്, അതേപോലെ തന്നെ പണം കൊടുത്തത്, കിട്ടിയത്, ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കും. ഇതിനൊക്കെ ഒരു ഡേറ്റ് ഉണ്ട്, രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു ഡേറ്റ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം നമുക്കുണ്ട്, ആ ഒരു ദിവസമുണ്ട്. അതെന്താണ് എന്ന് നമ്മൾക്കറിയില്ല. എല്ലാവർക്കും സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണത്. അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം. അങ്ങനെ മടക്കപ്പെടുന്ന ആ സമയത്ത് അതെവിടെ വെച്ചാണെങ്കിലും, ഒരു പക്ഷേ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിൻ്റെ ഏതെങ്കിലും ഞെട്ടിലോ ബോൾട്ടിലോ, നാം കയറി നിൽക്കുന്ന കല്ലിലോ മതിലിലോ, അതല്ലെങ്കിൽ മറ്റൊരാളുടെ വാഹനത്തിൻ്റെ രൂപത്തിലോ ഒക്കെ ആയിരിക്കും. ഏതെങ്കിലുമൊക്കെ രോഗത്തിൻ്റെയോ ശാരീരികമായ തളർച്ചയുടെയോ ഒക്കെ പേരിലായിരിക്കും മരണം നമ്മളെ പിടികൂടുക. അങ്ങനെ എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മരിച്ചാലും വിശുദ്ധ ഖുർആൻ സൂറത്തു ആല ഇമ്രാനിൻ്റെ 102-ാമത്തെ ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ മിമ്പറിൽ നിന്ന് ഓതി കേൾപ്പിക്കും. നമ്മളും കേട്ടു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട്, അങ്ങനെ മുമ്പിലിരിക്കുന്ന വിശ്വാസിനികളെ വിളിച്ചിട്ട് അള്ളാഹു പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉപദേശങ്ങളിലും ഹുതുബകളിലുമൊക്കെ ഓതി കേൾപ്പിക്കുന്നത് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ഖ തുഖാത്തി, എങ്ങനെയാണോ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് ആ മുറപ്രകാരം, ക്രമപ്രകാരം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് ഖുർആൻ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. എല്ലാ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കാറില്ലേ, വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്, മുസ്ലിമായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. ജനിക്കുന്നത് മുസ്ലിമായി കൊള്ളണം എന്നില്ല. എത്രയോ ആളുകൾ മുസ്ലിം അല്ലാത്ത ഇസ്ലാം അല്ലാത്ത മറ്റ് മതങ്ങളിൽ ജനിച്ച് മുസ്ലിമായി ജീവിച്ച് പര്യവസാനം സുന്ദരമായി പോകുന്നു. എത്രയോ ആളുകൾ ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ച്, മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ച് അവസാനം അതിൻ്റെ ഒരു അടയാളം പോലും ജീവിതത്തിലില്ലാതെ മരിക്കുന്ന സമയത്ത് നിഷേധിയായി മരിച്ചു പോകുന്നു. എത്ര കഷ്ടം ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മൾ മരിക്കുമ്പോൾ മുസ്ലിമായിട്ട് മരിക്കണം. ഇന്നത്തെ ഒരവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് നമ്മളെ പുറത്തു ചാടിക്കാൻ, നമ്മളെ കുടുംബങ്ങളെയും മക്കളെയും ഒക്കെ ഇസ്ലാമിക ധാരയിൽ നിന്ന് പിന്നോട്ട് പിടിച്ചു വലിക്കാൻ, ലിബറലിസത്തിൻ്റെ പേരിൽ, തീവ്രവാദത്തിൻ്റെ പേരിൽ, അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ, അനാചാരത്തിൻ്റെ പേരിലൊക്കെ അതിനുവേണ്ടി വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകളിൽ ഒരു തരം വസുവാസ് ഉണ്ടാക്കി പല രൂപത്തിൽ നമ്മുടെ മക്കളെയൊക്കെ റാഞ്ചുന്ന ഒരു പരിപാടി ആസൂത്രിതമായി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു അപരാധമായി പോവുകയില്ല. നേരെ മറിച്ചത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ക്യാമ്പസുകളിൽ, കോളേജുകളിലൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലുമൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ചില ആയത്തുകളിൽ നിന്നൊരു കഷ്ടമെടുത്ത് ഇസ്ലാം വളരെ മോശമാണ്, ഇത് പഴഞ്ചനാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഫാഷൻ്റെ പേരിൽ ലിബറൽ ചിന്താഗതികൾ കടത്തിവിട്ട് പ്രയാസങ്ങളുണ്ടാക്കി, വസ്വാസുകളുണ്ടാക്കി
തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരവസ്ഥ. ഞാനത് വിശദീകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു ആലി ഇമ്രാനിൻ്റെ ഈ 102-ാമത്തെ ആയത്ത്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അവിടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്, വിശദീകരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ തുടങ്ങിയ ജൂത ക്രിസ്ത്യാനികളുടെ കുതന്ത്രത്തെക്കുറിച്ച് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുക. അവർ പറയും, നിങ്ങൾ രാവിലെ മുസ്ലിമായിക്കൊള്ളുക, അങ്ങനെ ഒരു വിഭാഗം അങ്ങോട്ട് മുസ്ലിമാവും, ഞാൻ മുസ്ലിമാണ്, ഇസ്ലാം അങ്ങനെയാണ്, അതിൻ്റെ മഹത്വമൊക്കെ പറയും. വൈകുന്നേരമാകുമ്പോഴേക്ക് അത് എതിർത്ത് പറയും. അങ്ങനെ ആകുമ്പോൾ ആളുകൾ എന്ത് കരുതും? കണ്ടോ, അത് നല്ലൊരു മനുഷ്യരായിരുന്നു, നല്ല ബുദ്ധിജീവിയാണ്, അയാൾ ഇസ്ലാമിനെ കുറിച്ചൊക്കെ പഠിച്ചു, ഇപ്പം കണ്ടോ അയാൾ തന്നെ മാറി എന്ന് പറഞ്ഞ് ആദ്യം പിടിക്കുന്നത് നമ്മുടെ കുടുംബത്തെയാണ്, മക്കളെയാണ്, ധാർമ്മികതയാണ്, ജീവിതത്തെയാണ്. ഇങ്ങനെ പിടിച്ചിട്ട് ഇസ്ലാമിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന ഒരു വശം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളുമൊക്കെ പരതുന്ന നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ടതില്ല. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് പൂർണ്ണമായി കീഴൊതുങ്ങുക എന്നതാണ് മുസ്ലിമായി മരിക്കുക എന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മക്കൾ അവർ ഇസ്ലാമിക ധാരയിൽ നിന്ന് പോയി മദ്രസയിൽ പഠിച്ച മക്കൾ, ജുമുഅ ഖുത്ബകൾ ശ്രമിക്കുന്ന മക്കൾ, ഖുർആൻ ലേണിംഗ് സ്കൂളുകളിൽ പങ്കെടുത്ത് അതിന് പരീക്ഷ എഴുതിയ മക്കൾ അവരുടേതായ ചില ഭാഗങ്ങളിലേക്ക് തിരിയുമ്പോൾ ആ ഭക്തിയും തഖ്വയും ഒക്കെ പള്ളിയിലും വീടുകളിലും വെച്ച് അവരുടെ കല്യാണങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ വിനോദങ്ങളിലോ ഒക്കെ ഏർപ്പെടുമ്പോൾ ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥ എത്രമാത്രം ഗുരുതരമാണത്. ആ ഒരവസ്ഥയിലാണ് അവർ മരിച്ചു പോകുന്നതെങ്കിൽ, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ സ്വീകരിക്കുന്നതിന് മടിയുള്ളൊരവസ്ഥയിലാണ് ഞാനോ നിങ്ങളോ മരിച്ചു പോകുന്നതെങ്കിൽ എത്രമാത്രം ദൗർഭാഗ്യവാന്മാരായിരിക്കും നമ്മളെന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആയത്ത് നമ്മൾ ഓർത്ത് വെക്കുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, അതങ്ങനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും അത് മിമ്പറിൽ നിന്ന് ഓതുന്നത്. ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം വിശ്വാസികളെ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, പടച്ചോനെ കലിമ ചൊല്ലി ഈമാനോടുകൂടി മരിപ്പിക്കണേന്ന്. അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി പരിശ്രമിക്കുകയും പഠനവും ആവശ്യമാണ്. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബുദ്ധിപരമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ഇസ്ലാമിൻ്റെ മഹത്തരമുള്ള ഈ സത്യസന്ദേശം, സമാധാനത്തിൻ്റെ സന്ദേശം നമ്മുടെ മറ്റാളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട്. അതിനുവേണ്ടിയാണ് ഇത്തരം സംവിധാനങ്ങൾ, അല്ലേ? അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ. അവരൊക്കെ പ്രാർത്ഥിച്ചിരുന്നത് മുസ്ലിമായി മരിക്കാനായിരുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ, അല്ലാഹുവേ മുസ്ലിമായി കൊണ്ട് ഞാൻ എന്നെ മരിപ്പിക്കണേന്നാണ് നമ്മൾ പ്രാർത്ഥിക്കണമല്ലോ, മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കണേന്ന്, അല്ലേ? നമ്മൾ നാട്ടിൽ നിന്ന് മരിപ്പിക്കണേ, അല്ലേ? പ്രവാസികളായ നമ്മളൊക്കെ പ്രാർത്ഥിക്കും, പടച്ചോനെ പെരക്കാരെ മുമ്പിൽ വെച്ച് എല്ലാവരെയും കണ്ട് പറഞ്ഞ് ഒരു മാസമെങ്കിലുമൊക്കെ കടന്നിട്ടൊക്കെ മരിപ്പിക്കണേന്നൊക്കെ പ്രാർത്ഥിക്കും. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ പ്രാർത്ഥനയിൽ ഉയർന്നു നിൽക്കേണ്ടത് തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേന്നാണ്. നിർബന്ധ നമസ്കാരങ്ങളിൽ 17 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതി അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ ശുക്ർ പറഞ്ഞ് അള്ളാഹുവിൻ്റെ കലിമത്തു തൗഹീദ് ഉറപ്പിച്ച് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന സത്യസാക്ഷ്യം ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ പറയുന്നത് എന്താ? ഓരോ നമസ്കാരത്തിലും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ വഴി നടത്തണമേ എന്നതാ. അത് ഈ ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിലല്ല, വഴിവിഴച്ചവരുടെ മാർഗത്തിലല്ല, അള്ളാഹുവിൻ്റെ കോപം ഏറ്റുവാങ്ങിയവരുടെ മാർഗത്തിലുമല്ല എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ആ മാർഗത്തിലേക്ക് നമ്മൾ നുഴഞ്ഞു പോവുകയും ചെയ്യുകയാണെങ്കിൽ ഈ നെഞ്ഞത്ത് കൈകെട്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് എന്തർത്ഥമാണുള്ളതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയുണ്ട്, വിശ്വാസികളുടെ പ്രാർത്ഥന. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. വിശുദ്ധ ഖുർആൻ 3-ാമത്തെ അധ്യായം സൂറത്തു ആലി ഇമ്രാനിൻ്റെ 8-ാമത്തെ വചനം. അതിൻ്റെ മുകളിലേക്കുള്ളതൊന്ന് സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കുക. അവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ ചില ആയത്തുകൾ പറഞ്ഞ് ആളുകളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ഒരു രംഗം വിശദീകരിക്കുകയാണ്. എന്നിട്ട് വിശ്വാസികളായ ആളുകൾ അത്തരത്തിലുള്ള വിമർശനങ്ങളോടും അത്തരത്തിലുള്ള സംശയാസ്പദമായ കാര്യങ്ങളോടും സ്വീകരിക്കേണ്ട ബുദ്ധിപരമായ നിലപാട് എന്താണ് എന്ന് ഖുർആൻ വിശദീകരിച്ച ശേഷം അവരുടെ പ്രാർത്ഥനയാണ് റബ്ബന, ഞങ്ങളുടെ റബ്ബേ ലാ തുസിഗ് ഖുലൂബന. പലരും ഖുർആൻ ഓതി പറയും, ഹദീസ് പറഞ്ഞ് പറയും, പക്ഷേ ഞങ്ങളുടെ ആദർശത്തിൽ നിന്ന് ഞങ്ങളെ പിന്മാറ്റാതെ ഞങ്ങളുടെ ഹൃദയത്തെ നീ അതിൽ ഉറപ്പിച്ചു നിർത്തണമേ. ഒരിക്കലും തന്നെ നീ ഹിദായത്ത് നൽകിയതിന് ശേഷം
സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കരുത് എന്നുള്ള പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഹ്ദിനി, അല്ലാഹുവേ എനിക്ക് നീ ഹിദായത്ത് നൽകണമേ, വസദ്ദിദിനി, എന്നെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്നാണ്. ഇത് നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മദ്രസ പഠിച്ചു പോകുന്നതല്ല, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളെ ബുദ്ധി കൊടുത്ത് ചിന്ത കൊടുത്ത് പഠനത്തിന് വിധേയമാക്കി ഇസ്ലാം എന്ന മഹത്തായ സന്ദേശത്തെ ആത്മാർത്ഥമായി നമ്മൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ ഈ ആദർശത്തിൽ നമുക്കൊരു സംശയം ഉണ്ടാവില്ല, നമുക്കൊരു വസ്വാസം ഉണ്ടാവില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും അതിനെ നേരിടാൻ നമ്മൾക്ക് കഴിയും. അതോടൊപ്പം ഈ പ്രാർത്ഥനയും നമ്മൾക്ക് ആവശ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ ചലിപ്പിക്കുന്ന അല്ലാഹുവേ, സർരിഫ് ഖുലൂബന അലാ തഅതിക, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സന്മാർഗത്തിലേക്ക്, നിന്നെ അനുസരിക്കുന്നതിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ചേർത്ത് നിർത്തണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. അല്ലേ? മഹദിയായ നമ്മുടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചൊരിക്കൽ, നിങ്ങളുടെ അടുത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുള്ളത് എന്താണെന്ന് അവർ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന നമ്മൾക്കൊക്കെ അറിയാം. എന്താ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, നിൻ്റെ ദീനിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേന്ന്. നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ബുദ്ധി, പഠനം, ചിന്ത, മതമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒപ്പം നിൽക്കേണ്ടതാണ്. നമ്മുടെ ദുനിയാവിൽ ജീവിക്കുവാനുള്ള നമ്മുടെ ശ്വാസമാണ് ദീൻ, മതം എന്ന് പറയുന്നത്. ആ മതത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം, നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. മുസ്ലിമായി അൽഹംദുലില്ലാഹ് നമ്മൾക്ക് ജനിക്കാൻ കഴിഞ്ഞു, മുസ്ലിമായി ഈ സമയം വരെ നമ്മൾ ജീവിക്കുന്നു. ഇനി എവിടെ വെച്ച് മരിച്ചാലും ആവർത്തിച്ച് സൂചിപ്പിക്കുന്നു, മുസ്ലിമായി കൊണ്ടല്ലാതെ നമ്മൾ മരിക്കരുത്. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇവിടെ മുന്നിൽ സ്ഥലമുണ്ട് കേട്ടോ, മുന്നിൽ സ്ഥലമുണ്ട്. ഇങ്ങനെ അവിടെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഉണർത്തുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ ആഗ്രഹം പോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മുസ്ലിമായി മരിക്കുക എന്ന ആഗ്രഹം നമ്മളിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ. നമ്മുടെ മക്കൾ നമ്മളെ വളരെ പ്രതീക്ഷയാണ്. ഓരോ മാതാപിതാക്കളുടെയും മക്കൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യം ആഗ്രഹിക്കുന്ന ആളുകളെ നമ്മുടെ മക്കൾ വളരണം, പഠിക്കണം, നല്ല നിലയിലെത്തണം എന്ന് കരുതി ജീവിക്കുകയും അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥന തിരസ്കരിക്കില്ലാണ്. നമ്മളൊക്കെ ഇന്ന് ഈ നിലവാരത്തിലെത്തിയത് നമ്മുടെ മാതാപിതാക്കളൊക്കെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അധ്വാനിച്ച് വെയിൽ കൊണ്ട് നമുക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി അരമുറുക്കി പട്ടിണി കടന്ന് ജീവിക്കുമ്പോൾ അന്ന് നടത്തിയൊരു പ്രാർത്ഥന ഉണ്ടാവും. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് നമ്മുടെ മക്കൾക്ക് സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാതാപിതാക്കൾക്ക് നടത്തുന്ന പ്രാർത്ഥന പോലെ തന്നെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കും. അതൊരിക്കലും തട്ടുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പം മറ്റ് ഭൗതികമായ അനുഗ്രഹങ്ങൾക്കൊക്കെ ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മക്കളെ ഹിദായത്തിലാക്കാൻ, ഉറപ്പിച്ചു നിർത്താൻ, മുസ്ലിമായി മരിപ്പിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രവാചകന്മാരുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഒരുപാട് കേട്ടതാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാബാലയം നിർമ്മിച്ച് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചത്, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്, അള്ളാഹുവേ ഞങ്ങളുടെ റബ്ബെ ഞങ്ങളെ നിനക്ക് കീഴൊതുങ്ങിയവരാക്കണമേ, മുസ്ലിമാക്കണമേ. ആരെ? ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ആ കുടുംബത്തെയും. മാത്രമല്ല അവിടുന്ന് അങ്ങോട്ട് വരുന്ന പേരമക്കൾക്ക് കൂടി പ്രാർത്ഥിക്കുകയാണ്, വമൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, അള്ളാഹുവേ ഞങ്ങളുടെ മക്കളുടെ മക്കളെയൊക്കെ നീ എന്ത് ചെയ്യണം? ഹിദായത്തിലാക്കണം എന്നതാണ്. നമുക്കൊക്കെ ആഗ്രഹമല്ലേ? നമ്മൾ സ്വർഗത്തിലാവുമ്പോൾ നമ്മളെ മക്കളും പേരക്കുട്ടികളും നമ്മുടെ വാപ്പാരും വല്യാപ്പാരൊക്കെ ഇങ്ങനെ സ്വർഗത്തിലിരിക്കുന്ന രംഗമൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ സുഖസൗകര്യങ്ങൾക്കുമിടയിൽ ദുനിയാവിൽ കഷ്ടപ്പാടും പ്രയാസങ്ങളുമൊക്കെയായി പലതും നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഒന്നും നേടാൻ കഴിഞ്ഞില്ല, നേടിയ സമയത്ത് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണല്ലോ, പലതും തിന്നാൻ ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ എന്ത് ചെയ്തില്ല? നമുക്കത് കിട്ടിയില്ല. കിട്ടിയപ്പോൾ തിന്നാൻ കഴിയണില്ല. സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുകയും ലഭിച്ചതെല്ലാം ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യുന്ന ആ സ്വർഗത്തിൽ
നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും ഒക്കെ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കും. ഇബ്രാഹിമ ബനി വയഖൂബ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളോട് വസിയ്യത്ത് ചെയ്തു. യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളെ മരണാസന്നമായ സമയത്ത് വിളിച്ചു ചോദിച്ചു, യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന, ഈ മതം അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകിയതാണ്. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഞങ്ങളിവിടെ മരിച്ചു പോകുകയാണ്, ഇനി നിങ്ങൾ മരിക്കുന്ന സമയത്ത് മുസ്ലിമായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്നതാണ്. അവർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ശേഷം എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുക? അല്ലേ, എനിക്ക് ശേഷം എൻ്റെ കച്ചവടം എന്താവും, മക്കൾ എന്താക്കും, കെട്ടിക്കാൻ പെൺകുട്ടികളെ വിട്ടാണ് പോണത്, ഞാൻ രോഗാവസ്ഥയിലാണ്, അവരെന്താവും എന്നൊന്നുമല്ല. അതൊക്കെ നമുക്ക് ചിന്തിക്കാം, അതിനുള്ള മാർഗമൊക്കെ നമുക്ക് ഏർപ്പെടുത്തി കൊടുക്കാം. പക്ഷേ ഇവിടെ അവർ മരണാസന്നമായ സമയത്ത് ചോദിക്കുക, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുക, ആരെയാണ് നിങ്ങൾ ആരാധിക്കുക? ഖാലൂ നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആരാധിച്ച, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആരാധിച്ച, ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം ആരാധിച്ച ഇലാഹൻ വാഹിദ, ഏകനായ അള്ളാഹുവിനെ, വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളിൽ പെട്ടുപോകുന്ന. അവർ നിർബന്ധ ബുദ്ധിയാ തന്നെ അവർ ഉറപ്പ് കൊടുക്കുക, അതിനുള്ള പരിശ്രമവും പ്രാർത്ഥനയും അവരിൽ ഉണ്ടാകുമെന്നർത്ഥം. ഈ ഒരു ഉറപ്പ് നമ്മൾക്ക് കിട്ടണം നമ്മുടെ മക്കളിൽ നിന്ന്. നമ്മുടെ മക്കളുടെ ചിന്തകൾ, നമ്മുടെ മക്കളുടെ വീക്ഷണങ്ങൾ അതൊക്കെ ഇസ്ലാമിനെതിരാണെന്ന് കണ്ടാൽ തിരുത്തി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇപ്പോൾ വേനലവധിയാണ്, സ്കൂളൊക്കെ അടച്ചു. ഈ സമയത്ത് ഒരാഴ്ചയിൽ ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും ദീനിനെ കുറിച്ച് പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മഹല്ലുകളിൽ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം നമ്മളൊക്കെ മരിച്ചാൽ മയ്യത്തിങ്ങനെ കൊണ്ടുവന്നിച്ചിട്ട് നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാനുള്ള പ്രാർത്ഥനയെങ്കിലും അറിയുമോ എന്ന് മക്കളോട് ഇന്ന് തന്നെ നമ്മൾ ചോദിക്കണം. നമ്മുടെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കൾ സന്നദ്ധരാണോ എന്ന് നമ്മൾ ആലോചിക്കണം. ബാക്കിയൊക്കെ ഒരുക്കി കൊടുത്തു, അത് നമ്മൾ പഠിപ്പിക്കണം, അതിനുള്ള സമയം നമ്മൾ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായിട്ട് മരിക്കാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാ നല്ല കർമ്മങ്ങളും സ്വീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് മനസ്സിലാക്കി പറഞ്ഞു മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة.